Good morning. Question number 15. In the first paragraph, what is the writer's attitude towards the new program? In the first paragraph, ഈ ഒന്നാമത്തെ പാരഗ്രാഫില് what is the writer's attitude? ഈ റൈറ്റർ എഴുത്തുകാരന്റെ ആറ്റിറ്റ്യൂഡ് നിലപാട് എന്താണ് എന്തിനെ പറ്റി ടുവേർഡ്സ് ദ ന്യൂ പ്രോഗ്രാം. ഇവിടെ ഒരു പുതിയ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമിനെ പറ്റി നമ്മളുടെ റൈറ്ററിന്റെ ആറ്റിറ്റ്യൂഡ് നിലപാട് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. To find out the answer, we have to move to the extract. നമുക്ക് എക്സ്ട്രാക്ട് എന്ന് വായിക്കാം. An important component of a patient history and physical examination is the question of medical compliance, the term used by the physicians to designate whether or not a patient is taking his or her medications. First line തന്നെ കുറച്ച് ലെങ്തിയാണ്, നമുക്കത് പാർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. An important component of patient history and physical examination is the question of medical compliance. അപ്പോൾ നമ്മളൊരു ഈ ഒരു പേഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആവശ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്താണ്? മെഡിക്കൽ കംപ്ലയിൻസ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഫിസിക്കൽ എക്സാമിനേഷൻ സമയത്തും ഒരു പേഷ്യൻ്റ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്തും ഡെഫിനറ്റ്ലി വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ അബൌട്ട് മെഡിക്കൽ കംപ്ലയൻസിനെ പറ്റി ചോദ്യം ചോദിക്കും. അപ്പം നമുക്കൊരു സംശയം വരും, വാട്ട് യു മീൻ ബൈ ദിസ് ടേം? ഈ ഒരു മെഡിക്കൽ കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടേം ഈസ് യൂസ്ഡ് ബൈ ഫിസിഷ്യൻസ് ടു ഡെസിഗ്നേറ്റ് വെദർ ഓർ നോട്ട് പേഷ്യൻറ്റ് ഈസ് ടേക്കിംഗ് ഹിസ് ഓർ ഹർ മെഡിക്കേഷൻസ്. അതായത് ഒരു പേഷ്യൻ്റ് അവന് കൊടുത്തിരിക്കുന്ന മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേമാണ് ഇത് മെഡിക്കൽ കംപ്ലയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? മെനി എ ഹോസ്പിറ്റൽ ചാർട്ട്, എല്ലാ ഹോസ്പിറ്റലിലും ധാരാളം ഹോസ്പിറ്റലിലെയും ഒരു മെഡിക്കൽ ചാർട്ടിനകത്ത് ബിയേഴ്സ് എ നൊട്ടോറിയസ് കമന്റ് പേഷ്യൻ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് നോൺ കംപ്ലയൻസ്. നമ്മൾ മിക്കവാറും എല്ലാ ആശുപത്രികളിലെയും മെഡിക്കൽ ചാർട്ട്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നൊട്ടോറിയസ് കുപ്രസിദ്ധമായ കമന്റ് ആണ് പേഷ്യൻ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് നോൺ കംപ്ലയൻസ്. പേഷ്യൻ്റ് എന്തുണ്ട്? ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, നോൺ കംപ്ലയൻസ് ആണ്. ഈ ചെങ്ങായി എന്ത് ചെയ്യില്ല? മരുന്ന് കൃത്യമായിട്ട് കഴിക്കുകയില്ല. അതാണ് നോൺ കംപ്ലയൻസ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. Now under a new experimental program in Philadelphia, USA, patients are being paid to take their medications. അപ്പം പേഷ്യൻസിന് മെഡിക്കേഷൻസ് എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ ഒരു പുതിയ എക്സ്പെരിമെൻ്റൽ പ്രോഗ്രാം, പരീക്ഷണാർത്ഥം ഒരു പുതിയ പ്രോഗ്രാം ഫിലഡൽഫിയ, അത് USA ഒരു സ്ഥലമാണ്, അവിടെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് ആർ ബീങ് പെയ്ഡ് ടു ടേക്ക് ദർ മെഡിക്കേഷൻസ്. ഒരു പേഷ്യൻ്റ് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഗിവിങ് ഇൻസെൻറ്റീവ്സ് ടു പേഷ്യൻസ്. ദ കോൺസെപ്റ്റ്സ് മേക്ക് സെൻസ് ഇൻ തിയറി. അതായത് ഒരു തിയറിറ്റിക്കൽ വശം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നല്ല കാര്യമാണ് അല്ലേ? ദ കോൺസെപ്റ്റ് മേക്ക് സെൻസ്, ഇതൊരു വിവരമുള്ള കാര്യമാണ് എന്ന് പറയുന്നത് നടപ്പുള്ളൊരു കാര്യം നമുക്ക് സിമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കും. Failure to comply is one of the most common reasons that patients are readmitted to the hospital shortly after being discharged. അപ്പം ഇതൊരു മേക്ക് സെൻസ്, ഇതൊരു നല്ല കാര്യമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു, ഭൂരിഭാഗം പേഷ്യൻസിന് നമ്മളൊരു കംപ്ലൈൻറ്റ് നോൺ കംപ്ലയൻസ് ആണ്, അവർ മരുന്ന് കഴിക്കുന്നില്ല എന്നുള്ളതാണ്. Failure to comply, one is the most common reasons that patients are readmitted to hospital shortly after being discharged. ഇനിയിപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചില്ല എങ്കിൽ അതിൻ്റെ ദോഷഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are readmitted to hospital. അവരെന്ത് ചെയ്യുന്നു? തിരിച്ച് വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. ഷോർട്ട്ലി ആഫ്റ്റർ ബീങ് ഡിസ്ചാർജ്, ഇവിടുന്ന് എന്താണോ ഡിസ്ചാർജ് ചെയ്ത് പോയത് അതിനേക്കാളും വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? സുരേഷ് ഗോപിയുടെ ഡയലോഗ് പോലെ ദേ പോയി ദാ വന്നു എന്ന് പറയുന്നത് പോലെ ദേ വിൽ കം ബാക്ക് ടു ഹോസ്പിറ്റൽ ഷോർട്ട്ലി. വളരെ പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരുന്നു. ക്വസ്റ്റ്യൻ നമുക്കൊന്നും കൂടെ നോക്കാം. In the 15th paragraph, what is the writer's attitude towards the new program? ഈ ഒരു ന്യൂ പ്രോഗ്രാമിനെ പറ്റി റൈറ്ററുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? താഴേന്ന് മൂന്നാമത്തെ വരി നോക്കിക്കഴിഞ്ഞാൽ now under a new experimental program in Philadelphia, USA, patients are being paid to take their medications. ഒരു പുതിയ പ്രോഗ്രാം അനുസരിച്ച് അത് എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ്? ഫിലഡൽഫിയ, USA-ലാണ് ഫിലഡൽഫിയ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? they pay monies, I mean not money, they pay money for the patient. മരുന്ന് കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ പൈസ കൊടുക്കുന്നു. ദിസ് കോൺസെപ്റ്റ് മേക്ക് സെൻസ് ഇൻ തിയറി. തിയറിറ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നല്ല കാര്യമാണ്. അതാണ് നമ്മൾ റൈറ്റർ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ
ഹി ഡൗട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ്ലി നെയിം. അവനൊരു ചെറിയ സംശയമുണ്ട്. ആ സംശയം ഇതാണ്: ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് ശരിയായിട്ടാണോ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന പേര് ശരിയാണോ, അനുയോജ്യമാണോ? ഈ ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും പേര് കൊടുത്താൽ ഇവിടെ പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആ ലൈൻ ഇപ്പം വായിച്ചതേ ഉള്ളൂ. അവിടെ ഒന്നും പറയാത്തത് കൊണ്ട് എ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി അപ്രിഷിയേറ്റ്സ് ദ റീസൺ ബിഹൈൻഡ്. ഹി അപ്രിഷിയേറ്റ്സ്, അയാൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്ത്? ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. ഇങ്ങനെ ഒരു തിയറി കൊണ്ടുവന്നതിനകത്ത് ഉള്ള പിന്നിലുള്ള കാരണങ്ങൾ പുള്ളിക്കാരൻ അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മൾ താഴെ നിന്ന് രണ്ടാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ദ കോൺസെപ്റ്റ് മേക്സ് സെൻസ് ഇൻ തിയറി. തിയററ്റിക്കലി ഇത് നല്ലതാണ് എന്ന് അയാൾ പറഞ്ഞു. എന്തുകൊണ്ട്? അതിന്റെ റീസൺ അയാൾ നല്ലതെന്ന് പറയാനുള്ള കാരണം ഫെയിലിയർ ടു കംപ്ലൈ. പേഷ്യൻസ് മരുന്ന് കഴിക്കാതിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ ദേ ആർ റീ അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ആഫ്റ്റർ ഷോർട്ട്ലി ബീങ് ഡിസ്ചാർജ്. അതായത് ഡിസ്ചാർജ് ആയി അധികം കഴിയുന്നതിന് മുൻപ് തന്നെ ആശുപത്രിയിലേക്ക് തിരിച്ചു വരുന്നു. ഈ കാരണം കൊണ്ട് ഈ കോൺസെപ്റ്റ് നല്ലതാണ് എന്ന് അവർ പറയുന്നു. സോ ബി, ഹി അപ്രിഷിയേറ്റ്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അങ്ങനത്തെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ കീപ്പിംഗ് ഇറ്റ് ആസ് എ ഫെയറി ആൻഡ് മൂവിംഗ് ഫോർവേഡ്. ഓക്കെ. ഹി ഈസ് skeptical about whether it can work. Skeptical എന്ന് പറഞ്ഞാൽ not easily convinced. നമ്മളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകാത്ത അവസ്ഥ വരുന്നതാണ് ഈ skeptical എന്ന് പറയുന്നത്. അപ്പം ഡൗട്ട്ഫുൾ കണ്ടീഷൻ എന്ന് മാത്രം നിങ്ങൾ ലിറ്ററലി എടുത്താൽ മതി. ഹി skeptical about whether it can work. ഈ ഒരു പുതിയ പ്രോഗ്രാം പേഷ്യൻസ് മരുന്ന് കഴിക്കുന്നതിന് വേണ്ടി ഇൻസെൻറ്റീവ്സ് കൊടുക്കുക എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം വർക്ക് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് സംശയമുണ്ട്. ഇങ്ങനൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് അവിടെ പറയുന്നുണ്ട്. അത് മേക്ക് എ സെൻസ് എന്ന് പറയുന്നുണ്ട്. കാരണം മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആശുപത്രിയിലേക്ക് രോഗികൾ തിരിച്ചു വരേണ്ടതായി വരുന്നു എന്ന് പറയുന്നതല്ലാതെ പുള്ളിക്കാരനൊരു സംശയമുള്ളതായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യമുള്ളതായിട്ട് ഇവിടെ എങ്ങും പറയാത്തത് കൊണ്ട് ഓപ്ഷൻ സി നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹി ഈസ് മോർ എൻതൂസിയാസ്റ്റിക് ദാൻ സം അതർ ഡോക്ടേഴ്സ്. മറ്റ് ഡോക്ടേഴ്സിനേക്കാളും ഇയാൾ, നമ്മൾ റൈറ്റർ, സം മോർ എൻതൂസിയാസ്റ്റിക്, കുറച്ചും കൂടെ എക്സാജറേറ്റഡ് ആണ്, അല്ലെങ്കിൽ എൻതൂസിയാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഉത്സുകനാണ്, അല്ലെ? അപ്പം ഇയാൾ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയത്തെ പറ്റിയോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനെ പറ്റിയോ ഭയങ്കര ഉത്സുകതനാണ്, പുള്ളിക്കാരൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വ്യക്തിയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഡിയും എലിമിനേറ്റ് ചെയ്തു. പോയിട്ട് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഹി അപ്രിഷിയേറ്റ്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അതിന്റെ പിന്നിലെ കാരണങ്ങളെ അയാൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, പ്രശംസിക്കുന്നു. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഹി അപ്രിഷിയേറ്റ്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. Any doubt? Okay. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട്. താങ്ക് യു.